സ്വർഗസ്വനായ പിതാവാം ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്ക് സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇസ്രായേലിൻ്റെ വചനം, ഇസ്രായേലിൽ നിന്നും വന്നെത്തിയ വചനം, നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിള്. ഇത് വായിച്ചിട്ട് എത്ര പേര് ഇതിൽ വിശ്വസിക്കുന്നു? ഇതും പ്രകാരം ജീവിക്കാൻ എത്ര പേര് തയ്യാറാകുന്നു? ഇസ്രായേലിൽ ദൈവപുത്രൻ വന്നപ്പോൾ ആദ്യമൊക്കെ ദൈവപുത്രൻ്റെ പ്രവൃത്തി വളരെ നല്ലതായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ കുറേ കട്ടിയായിട്ടുള്ള വചനങ്ങളും ഉപമകളും കാര്യങ്ങളുമായി മുന്നോട്ട് പോയപ്പോഴാണ് ഈ ദൈവപുത്രൻ പറയുന്ന കാര്യങ്ങൾ വളരെ കട്ടിയാണ്. അതിനാൽ പലരും വിട്ടുപോയി. അന്നേരം ശിഷ്യന്മാരോടും പറഞ്ഞു, നിങ്ങളും പൊക്കോ, നിങ്ങളെന്തിനാണ് നിൽക്കുന്നത്? ശിഷ്യന്മാരെന്താണ് പറഞ്ഞ്? നിത്യജീവൻ്റെ മൊഴി, നിത്യജീവൻ അവിടാണുള്ളത്. ആ നിത്യജീവൻ കളഞ്ഞിട്ട് ഞങ്ങൾ എവിടെ പോകും എന്നാണ് പറഞ്ഞ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങളിൽ കൂടെ മനസ്സിലാകുന്നത് ഒരാത്മാവുണ്ട്, അതിനൊരു നിത്യജീവനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കർത്താവ് എന്താണ് പഠിപ്പിച്ചത്? ഒടിയിലൊടിയിൽ നല്ല കട്ടിയായ കാര്യങ്ങളാണ് പഠിപ്പിച്ചത്. കർത്താവ് പറഞ്ഞു, ഞാൻ പോയി കഴിയുമ്പോൾ ഈ ലോകത്തൊരു പ്രഭുവുണ്ട്, അവൻ വരും. ഈ ലോകത്ത് ദൈവമാണ്, ഞാനാണ് ഏക സത്യ ദൈവമെന്ന് പറഞ്ഞ് ഒരാൾ വന്നിരിക്കുന്നു. ആ കർത്താവിന് അവനുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷെങ്കിൽ അപ്പൊസ്തലന്മാരുടെ പ്രവൃത്തികളൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു പ്രഭു ഈ ലോകത്ത് വരുന്നുണ്ട്. പൗലോസ് അപ്പൊസ്തലൻ എഴുതിയ വചനത്തിലൊക്കെ പറയുന്നുണ്ട്, ഈ ലോകത്തൊരു പ്രഭു വരും, അവനെ പിന്തുടരുന്നവർ, അവൻ ഈ സഭകളിൽ നുഴഞ്ഞു കയറും. പക്ഷെങ്കിൽ എന്താണ് പറ്റിയേ? അവരുടെ കാലം കഴിഞ്ഞപ്പോൾ മുതൽ ഇതിനെല്ലാം ഒരു മാറ്റം വന്നു. ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞൊരു സഭ വേറിട്ട് ഉണ്ടായി. ആ സഭ വേറിട്ട് ഉണ്ടായപ്പോൾ തന്നെ ഈ ബൈബിളുകളൊക്കെ കുറേ തിരുത്തലുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ പേരും ദൈവം പറഞ്ഞിരിക്കുന്ന ദിവസങ്ങളും ഒക്കെ മാറ്റി, അന്നത്തെ ആ ചക്രവർത്തിമാരും രാജാക്കന്മാരൊക്കെ അന്നത്തെ കാലത്ത് ഇതിനെ മാറ്റി, സുവിശേഷത്തെ മാറ്റി മറിച്ചു. ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു ദിവസം, സ്വസ്ഥത ദിവസം, അത് മാറ്റി ഞായറാഴ്ച ദിവസം ആക്കി കൊടുത്തു. ദൈവപുത്രൻ്റെ പേരുകളും മാറ്റി. കുറേ പണികളൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഇപ്പോൾ ഇവിടെ കാണുന്ന ക്രിസ്തീയ സഭകൾ എല്ലാം തന്നെ അവനോൻ സഭകളാണ്. അന്നു മുതൽ ഓരോരുത്തർ ഓരോ സഭകൾ ഉണ്ടാക്കുന്നു. ആദ്യം തന്നെ ഉണ്ടാക്കിയ സഭകളിൽ നിന്നും മാറി മാറി
ഇപ്പോൾ അനേക സഭകളായി. ആ അനേക സഭകൾ പഠിപ്പിക്കുന്നതും അതിനോട് സംബന്ധമായ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കർത്താവ് എന്താണ് പറഞ്ഞേ? മനുഷ്യപുത്രൻ്റെ വരവെങ്കിൽ ആര് വിശ്വാസം കണ്ടെത്തും എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പല പ്രവൃത്തികളും ചെയ്യും, പല അത്ഭുതങ്ങളും കാണിക്കും, വചനങ്ങൾ പറയും, പലതും ചെയ്യും. പക്ഷേ കർത്താവ് എന്താണ് പറഞ്ഞത്? അന്ത്യനാളിൽ നിങ്ങൾ എൻ്റെ അരികിൽ വരും, ഞാൻ പലതും ചെയ്തു, പല പ്രവൃത്തികളും ചെയ്തു എന്ന് പറയും. പക്ഷേ ഒരു നാളും നിങ്ങളെ അറിയുന്നില്ല എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവം തന്നിരിക്കുന്ന കൽപ്പനകളും ആ രീതികളുമൊക്കെ ആ ദിവസങ്ങളുമൊക്കെ മാറ്റി ഇതിനെ മനഃപൂർവ്വം കെട്ടിച്ചമച്ച കഥകളൊക്കെ ആയിട്ട് ആ പ്രഭു എതിർ ക്രിസ്തുവിന് വഴിയൊരുക്കി കൊടുക്കുന്നു. ക്രിസ്ത്യാനികൾ ഒട്ടുമുക്കാലും എതിർ ക്രിസ്തുവിന് വഴിയൊരുക്കി കൊടുക്കുന്നു. ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ തള്ളിക്കളഞ്ഞ് പല പ്രതിമകളും ഉണ്ടാക്കി വെച്ച് ദൈവപുത്രൻ്റെ അമ്മയുടെ പ്രതിമ, തിരുമേനിമാരുടെ പ്രതിമകൾ പല രീതിയിലും പൈസ ഉണ്ടാക്കി സഭയെ വളർത്തുന്നു. ഇത് മനസ്സിലാക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാര്യം ബൈബിൾ വായിക്കുമ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾക്കൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മാറ്റം വന്നു, പേരുകൾക്ക് മാറ്റം വന്നു. സകലതും വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും. ഇപ്പോൾ പല വീഡിയോകളും കാണുമ്പോൾ ഒരു ദിവസം ഞാൻ 10-15 വീഡിയോകൾ കാണാറുണ്ട്. വചനം പറയുന്നവരുടെ വചനത്തിനൊരു ക്ഷാമവുമില്ല. വെളിച്ചദൂതൻ്റെ വേഷം കെട്ടി പലരും എതിർ ക്രിസ്തുവിന് വഴിയൊരുക്കി കൊടുക്കുന്നു. ഇത് മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ വരണം. ദൈവം ദിവ്യ ആത്മാവിനാൽ നമ്മളെ അറിയിച്ചു തരുന്ന ഈ അന്ത്യകാല വചനങ്ങൾ, ഞാനിപ്പോൾ ഈ വചനം പറയുമ്പോൾ എന്നെ അറിയാവുന്നവർ ഇത് വിശ്വസിക്കത്തില്ല. കാര്യം എൻ്റെ സാഹചര്യങ്ങൾ അതാണ്. യാതൊരു കുടുംബത്തിൻ്റെ പ്രാധാന്യമോ അല്ലെങ്കിൽ പഠിപ്പോ യാതൊന്നും പറയാനില്ല. ഈ ലോകപ്രകാരം യാതൊന്നും പറയാനില്ല എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ. പക്ഷെങ്കിൽ ഈ അന്ത്യകാലത്ത് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു എന്ന് എനിക്ക് പൂർണ്ണമായി ബോധം വന്നു. ക്രിസ്ത്യാനികളെന്ന് പറയുമ്പോൾ അവർ എതിർ ക്രിസ്തുവിന് വഴിയൊരുക്കി കൊടുക്കുകയാണ്. കർത്താവ് പറഞ്ഞു, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നിട്ടുണ്ട്, തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അപ്പൊസ്തലന്മാരൊക്കെ പറഞ്ഞു തന്നതും പൗലോസ് അപ്പൊസ്തലൻ്റെ ലേഖനങ്ങൾ വായിച്ചും മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ ദിവസങ്ങളും ദൈവം പറഞ്ഞ കൽപ്പനകളൊക്കെ മാറ്റി മനഃപൂർവ്വം എതിർ ക്രിസ്തുവിന് വഴിയൊരുക്കി കൊടുക്കുന്നു. ചിന്തിക്കുക, ബൈബിൾ വായിക്കുക, സത്യത്തിൽ നടക്കാൻ ശ്രമിക്കുക, മാനസാന്തരപ്പെടുക, സ്നാനപ്പെട്ട്
ഇസ്രായേലിൻ്റെ ദൈവത്തോട് ചേരുക. ദൈവപുത്രനിലൂടെ നമുക്ക് തന്നിരിക്കുന്ന വചനത്തിൽ വിശ്വസിക്കുക. ബൈബിൾ വായിക്കുമ്പോൾ ഇതൊക്കെ വെളിപ്പെട്ട് കിട്ടും. സത്യം അന്വേഷിച്ചാൽ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. കൂടുതൽ പറഞ്ഞ് പല വീഡിയോകളും 3-4 മണിക്കൂർ പ്രസംഗിച്ച് മനുഷ്യർ തള്ളിവിടുന്നു. പക്ഷെങ്കിൽ ഇതൊന്നും അങ്ങനെ കേൾക്കുവാനൊന്നും ആരും തയ്യാറാകത്തില്ല. കാര്യം മറ്റു വീഡിയോകളും സൂചിപ്പിക്കുന്ന വീഡിയോകളുമൊക്കെ അനേക വീഡിയോകൾ ഈ ഫോണിനകത്തും ഈ ലോകത്ത് എതിർക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ, അവൻ മനഃപൂർവ്വം മനുഷ്യനെ തെറ്റിച്ച് കളയാൻ, മനുഷ്യൻ്റെ കണ്ണുകളും ഹൃദയങ്ങളുമൊക്കെ കുരുടാക്കി അവൻ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ദൈവാത്മാവ് ഉള്ളിൽ വരണം, സത്യത്തിൽ നടക്കണം. അതുകൊണ്ട് വചനങ്ങൾ വായിച്ച് മനസ്സിലാക്കുക, സത്യം അന്വേഷിക്കുക. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. പ്രൈസ് ദി ലോർഡ്.